ഖാദിയില്ലാത്ത മഹല്ലത്തിന്റെ കരയ പറയുമ്പോൾ ഒരു സുന്നത്തായ കാര്യം, വേണ്ട ഒരു ഹലാലായ കാര്യം ഖാദി കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യൽ നിർബന്ധമായി പോയി. ഇന്നലെ ഞാൻ വെളുത്തങ്കടിയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ഥലത്തൊരു നിക്കാഹ് ജമാഅത്ത് കമ്മിറ്റി കൂടി, ഞാൻ നിർത്തി, ജമാഅത്ത് കമ്മിറ്റി കൂടി. ഖാദിയില്ലാത്ത മഹല്ലത്തിന്റെ കരയ ഞാൻ പറയുന്നത്, ഞങ്ങൾക്ക് ഖാദി വേണ്ട, ഞങ്ങളെ ഖാദി ആയിക്കോളെന്നൊക്കെ പറയുന്നില്ലേ. ആ മഹല്ലത്തിൽ മീറ്റിംഗ് കൂടി. ഒരു വലിയില്ലാത്ത പെണ്ണ്, ഒരു നിലക്കുള്ള വലിയില്ല, ആ പെണ്ണിന് നിക്കാഹിന്റെ എല്ലാം ഉറപ്പിച്ചിട്ടുണ്ട്. ഈ സമയത്താണ് നിങ്ങൾ നോക്ക്, കമ്മിറ്റി കൂടി തീരുമാനിക്കുകയാണ്. എന്താ കമ്മിറ്റി തീരുമാനിക്കുന്നത്? ഖാദിയില്ലാത്ത നാട്ടിൽ ഖതീബ് ഖാദി, ഖാദിയില്ലാത്ത നാട്ടിൽ ഖതീബ് ഖാദി, ഖാദിന്റെ സ്ഥാനത്ത് എന്ന് തീരുമാനിച്ചിട്ട് ഖതീബിനെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മളെ നാട്ടിൽ നമ്മൾ ഖാദി ആക്കിയിട്ട് ആക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഖാദിന്റെ സ്ഥാനത്ത് നിങ്ങളാണ്, ഖതീബായ നിങ്ങൾ, അതുകൊണ്ട് നിങ്ങൾ നിക്കാഹി കൊടുക്കണം. കമ്മിറ്റിന്റെ തീരുമാനമാണ്. അപ്പൊ ഈ മൊയിലാര് മനസ്സിലാക്കി, പല മൊയിലാരും ഉണ്ടല്ലോ, അള്ളാഹ് കാക്കട്ടെ. ദീന് പൊളിക്കാനും മൊയിലാര്, ദീൻ നിലനിർത്താനും മൊയിലാര്, രണ്ടിനും മൊയിലാരേ ഉള്ളൂ. പൊളിക്കാൻ അവരെ പോലെ ആർക്കും കഴിയില്ല, നിലനിർത്താൻ അവരെ പോലെ മറ്റാർക്കും കഴിയില്ല. ശിറാറുൽ ഖൽഖ് ശിറാറുൽ ഉലമാ, ഖിയാറുൽ ഖൽഖ് ഖിയാറുൽ ഉലമാ, അങ്ങനെയാണല്ലോ. അങ്ങനെ കമ്മിറ്റിക്കാർ പോയിട്ട് പറഞ്ഞു, നിങ്ങൾ നോക്ക്, ഖാദിയില്ലാത്ത മഹല്ലുകൾ, എന്റെ സംസാരം കേൾക്കുന്നെങ്കിൽ സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ ആഖിറം നഷ്ടപ്പെടുന്ന, അവസാനം ഈമാനില്ലാതെ നഷ്ടപ്പെടുന്ന, നാട്ടിൽ ജാരസന്തതികളെ വ്യഭിചാരത്തിന്റെ മക്കൾ ഉണ്ടാക്കുന്ന തീരുമാനങ്ങൾ ചില കമ്മിറ്റികൾ എടുക്കുമ്പോൾ ജാഗ്രതയാക്കണം. ആലിമീങ്ങളെ, അത്തരം കാര്യങ്ങൾ വന്നിട്ട് ജമാഅത്ത് കമ്മിറ്റി, ആഡളിത കമ്മിറ്റി വരുമ്പോ ആ തീരുമാനത്തിൽ നിങ്ങൾ പെട്ടുപോകണ്ട, നമുക്ക് ജോലി വേണ്ട, ആ കമ്മിറ്റിന്റെ തീരുമാനം തള്ളണം. ചുരുക്കി പറഞ്ഞാൽ ആ നിക്കാഹ് അവിടെ നടന്നു. നിങ്ങൾ ആലോചിക്കണം, അങ്ങനെ പല നിക്കാഹും കിടക്കുന്ന ജ്യേഷ്ഠത്തിരി ഉള്ളതോടുകൂടി അനുജത്തിനെ കെട്ടി. അപ്പൊ മൊയിലാരോട് ചോദിച്ചു, അത് മൊയിലാരി പറഞ്ഞ പോലും, ഏതോ ഒരു മൊയിലാർ തന്നെ മൊയിലാറെ കോലത്തിലുള്ളതിനർത്ഥം. ആ മൊയിലാരി പറഞ്ഞ പോലും അത് അവളെ സമ്മതം ഉണ്ടെങ്കിൽ, ജ്യേഷ്ഠത്തിന്റെ സമ്മതം ഉണ്ടെങ്കിൽ അനുജത്തിനെ കല്യാണം അയക്കാം. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ പച്ച ഹറാമുകള്, ജഹാലത്തിന്റെ പേരിൽ വ്യഭിചാരങ്ങൾ വരെ നിക്കാഹിന്റെ പേരിൽ നടക്കുന്ന കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദിനെ പോലെയുള്ള മഹത്തുക്കൾക്കുള്ള ഖാദിസ്ഥാനം, സയ്യിദുൽ ഉലമാ ഉസ്താദിനെ പോലെയുള്ള മഹന്മാരുടെ നേതൃത്വം നമുക്ക് വേണം. അതാണ് അൽഹംദുലില്ലാഹ് അല്ലാഹു നമുക്ക് ഈ സമയത്ത് റബ്ബിന്റെ മഹദ് ഫദ്ൽ കൊണ്ട് ഏർപ്പെടുത്തി അല്ലാഹുവിന്റെ ഖലാ നമുക്ക് അനുകൂലമായി തന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ സുൽത്താനുൽ ഉലമക്ക് ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നാടുകളെയും നമ്മ എല്ലാവരെയും ദീർഘകാലം ഏറ്റെടുത്ത് സംരക്ഷിക്കാനും വേണ്ടത് നമുക്ക് ഉപദേശിക്കാനും, അവിടത്തെ തണലിലായി, അവിടത്തെ നേതൃത്വത്തിലായി നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് ഈ ഇരിക്കുന്ന മുഴുവൻ ആലിമീങ്ങൾക്കും സദാത്തുക്കൾക്കും എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ബഹുമാനം